യുദ്ധോപകരണം ഉണ്ടാക്കി കൊടുക്കും. നേരത്തെ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, പകരം എല്ലാ രാജ്യങ്ങളോടും ഗോൾഡ് മേടിച്ചു. ഫോർട്ട് നോക്കിൽ 9010 ഗോൾഡാണ് ഇന്ന് ഇന്ത്യയിലെ വേൾഡിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് സ്റ്റോക്കുള്ള അമേരിക്കൻ്റെ കയ്യിലാണ്. അമേരിക്ക 1938-ലും 1930-ലും ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും ആയുധം നൽകി എല്ലാവരോടും കറൻസിയാണ് മേടിച്ചത്. യുദ്ധത്തിൽ തോറ്റ് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കറൻസിക്ക് വാല്യൂ ഉണ്ടാവില്ല. കറൻസിക്ക് പകരം ഗോൾഡാണ് മേടിച്ചത്. യു കെയിൽ ആ സമയത്തിൽ ഗോൾഡ് അമേരിക്കയിലും യു കെയിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള നിയമങ്ങൾ വന്നു, നിരുത്സാഹപ്പെടുത്തി. കൂടുതൽ കറൻസി അടിച്ചു, ഡോളർ അടിച്ചു. 972 വരെ കണ്ടമാനം ഡോളർ 100% ബാക്കപ്പ് ഗോൾഡ് ഉണ്ടായിരുന്നു. എത്ര കറൻസി അടിക്കണം? 972 മുതൽ അതിൻ്റെ നിയമം പരകോട്ട് തുടങ്ങി, 10% കുറയ്ക്കാൻ തുടങ്ങി. 93 ആകുമ്പോഴേക്കും തീരെ ഗോൾഡ് വെക്കണ്ടെന്ന് വന്നു. ഇപ്പോഴത്തെ 93-ന് ശേഷം ഇറങ്ങിയ എല്ലാ കറൻസിക്കും നോ ബാക്കിൽ ഗോൾഡ് ഇല്ല. അതാണ് ഈ ഗോൾഡിൻ്റെ വില മേലോട്ട് പോകുന്നത്. ഗോൾഡ് മൈൻ ചെയ്യാനൊക്കെ ആയിട്ട് മൈനേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്തിരുന്നു. ബാംഗ്ലൂർ വേൾഡ് വൈഡിൽ മൈനേഴ്സ് വന്നിരുന്നു, എന്നെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. ഞാൻ പോയി അവരെ സംസാരിച്ചപ്പോൾ ഏതാണ്ട് അന്നൊരു പറഞ്ഞത് $1150 റൗണ്ട്സ് മൈൻ ചെയ്യാൻ ചിലവ് വരുന്നത്. ഇപ്പോൾ $1800 എത്തി. അവരൊക്കെ അഭിപ്രായത്തിൽ $2500 വരെ പെർ റൗണ്ട്സ് വന്നേക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 2000 എന്തായാലും അവർ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞു ഒരിക്കലും ബൈ പൊസിഷനിൽ നിൽക്കണം, സെല്ലിങ് പൊസിഷനിൽ നിൽക്കരുത്. ഞങ്ങൾക്ക് ഒരുപാട് അഡ്വൈസ് അവർ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ആഡിന് പോലും ഫണ്ട് തരുന്നുണ്ട്. ഞങ്ങൾ ആഡിൻ്റെ ചിലപ്പോൾ 25% അഡ്വർടൈസ്മെൻറ്റ് ഫണ്ട് വരെ തരുന്നതാണ്. കാരണം ഞങ്ങളടുത്ത് അവർ കുറേ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കറക്റ്റ് റിപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അവരെ മിസ്ഗൈഡ് ചെയ്യാറില്ല. അപ്പോൾ അവർ വളരെ കാലത്തെ ബന്ധങ്ങൾ കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. വേൾഡ് വൈഡുള്ള മൈനേഴ്സാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ എന്ന് പറയുന്നത്, അല്ലാതെ ഗവൺമെൻറ് ഒന്നല്ല. അവരിതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിലുണ്ട്. അവരെ അഭിപ്രായത്തിൽ ഇനിയും ഒരുപാട് വർദ്ധിക്കാനാണ് സാധ്യത. പാശ്ചാത്യ നാടുകളിൽ പൊതുവെ ഗോൾഡിനോടുള്ള പ്രിയം ഒരു കാലത്ത് കൂടിയിട്ട് പിന്നീട് അത് കുറഞ്ഞു വന്നു. ഗോൾഡ് എന്ന് പറയുന്നത് മാറിയിട്ട് ഡയമണ്ടിലേക്ക് മാറി, പ്ലാറ്റിനത്തിലേക്ക് മാറി. പക്ഷെ എന്നാലും ഗോൾഡ് നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് പാഷനറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി. ഇന്ത്യയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ തലമുറയും ഇപ്പോഴത്തെ തലമുറ എടുത്തിട്ടുണ്ടെങ്കിൽ ഗോൾഡിനോടുള്ള ഇഷ്ടം ഇപ്പോഴത്തെ തലമുറയിൽ കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? ആ മാറ്റം മറ്റടുത്ത് വരുന്ന ആ മാറ്റം ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയുണ്ടോ? ഇത് ഞാൻ പറയുമ്പം വേൾഡ് വൈഡ് ഇപ്പം ഗോൾഡിൻ്റെ യൂസേജ് കുറവാണ്. യൂറോപ്യൻ കൺട്രീസിൻ്റെ ഇടയിൽ യെല്ലോ ഗോൾഡിൻ്റെ ആഭരണം ധരിക്കുന്ന ഇൻട്രസ്റ്റ് പോവില്ല. അവർ ഡയമണ്ട് ഇടാൻ വേണ്ടിക്കൊണ്ട് ജസ്റ്റ് വൈറ്റ് ഗോൾഡോ അല്ലെങ്കിൽ യെല്ലോ ഗോൾഡ് തന്നെ 18 കാരറ്റും 18 കാരറ്റ് മാത്രം, 18 കാരറ്റും താഴെ 22 കാരറ്റ് റയറെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഇപ്പം ഗോൾഡ് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. കറൻസി വാല്യൂ താഴെ പോകുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതൽ ഗോൾഡ് നല്ല അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പേപ്പറിൽ പരസ്യം വന്നു, ഫുൾ പേജ് പരസ്യം വന്നിട്ടുണ്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട്. ബാറ് മേടിച്ച് സൂക്ഷിക്കുന്നു, ഗോൾഡ് വലിയ രീതിയിൽ വാങ്ങിച്ചു വെക്കുന്നു, ആഭരണമായി ധരിക്കുന്നത്. കാരണം അവരുടെ ഡ്രസ്സ് അത്രയും വേറെ ആ ഡ്രസ്സിന് ഒരിക്കലും ഇന്ത്യൻ ഡ്രസ്സിനാണ് ഈ ഓർണമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യൻ ഡ്രസ്സും ഇന്ത്യൻ സ്റ്റൈലും ഇന്ത്യൻ ആൾക്കാരൊക്കെ ഈ കളറിലും അവർക്ക് ഓർണമെൻറ്റ്സ് ഇഷ്ടമാണ്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫാമിലി കുടുംബ ബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങളും വളരെ മുമ്പ് എല്ലാവരും പൊന്നു മോനെ പൊന്നു മോളെ എന്നൊക്കെ വിളിക്കും. സ്വർണ്ണത്തെ അത്രയും, കാരണം യുദ്ധം ജയിച്ചു വന്ന ജവാന്മാർക്കും രാജാവ് കൊടുത്തിരുന്നത് പൊന്നും പട്ടും വളയാണ്. അപ്പം അന്ന് മുതലേ എല്ലാറ്റിനുമുള്ള ഗിഫ്റ്റ് ഗോൾഡാണ്. അപ്പോൾ ഗോൾഡിനുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള രൂഢമൂലമായ വിശ്വാസം. ഇന്ത്യൻ ഒരു ട്രഡീഷണൽ കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് പേർഷ്യൻ കൾച്ചർ. അറബ് കൾച്ചറിലും ഇന്ത്യൻ കൾച്ചർ, പേർഷ്യൻ കൾച്ചറിലും ഇന്ത്യൻ കൾച്ചറിലുമാണ് ഏറ്റവും കൂടുതൽ ഗോൾഡിൻ്റെ വിശ്വാസം. ഈ ഹിന്ദു മതത്തിൽ ദൈവികമാണ് ഗോൾഡ്. ലക്ഷ്മി വീട്ടിൽ വരണമെങ്കിൽ ഗോൾഡ് ഉണ്ടായിരിക്കണം. തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടംമാതിരി ഗോൾഡാണ്. പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മിൺസ് ഗോൾഡിൻ്റെ ഉപയോഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉപയോഗിക്കുന്നത് തമിഴ് ബ്രാഹ്മിൺസാണ്. ചെന്നൈയിലാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിൽക്കുന്നത്. ചെന്നൈയിൽ GRT എന്ന് പറഞ്ഞ ഷോപ്പാണ് ഏറ്റവും വലിയ ഷോപ്പ് വേൾഡിൽ തന്നെ. ഏറ്റവും കൂടുതൽ ഒരു ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്ഥലം. എവറേജ് ഡെയിലി 25 കിലോ വരെ വിൽക്കുന്നുണ്ട്. ഇന്നത്തെ വാല്യൂവിൽ ഒരു 5 കോടി റുപ്യേൻ്റെ എവറേജ് ഡെയിലി സെയിൽ, 5-6 കോടി റുപ്യേൻ്റെ സെയിൽ നടക്കുന്ന ഷോപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ചെന്നൈയിൽ അതിനടുത്ത് തൊട്ടടുത്ത് തന്നെ വലിയ സ്ഥലമൊക്കെ വലിയൊരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. തിരുവനന്തപുരത്തും അന്ന് രാജാക്കന്മാരൊക്കെ ഗോൾഡാണ് കൺസിഡർ ചെയ്ത് വെക്കുന്നത്. അവർക്ക് ഏറ്റവും ഗോൾഡിന് അന്ന് മുതലേ ഭയങ്കര വാല്യൂ ആണ്. കാരണം അവർ ആ വിശ്വാസം ദൈവികമായി അവർ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ് ഗോൾഡ്. ഹിന്ദു മതത്തിൽ വിശ്വാസമായിട്ട് വളരെയധികം ഉടമൂലമാണ് ഗോൾഡ്. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കപ്പെട്ടതാണ് ഗോൾഡ്. അതും വിശ്വാസമാണ്. കാരണം അവർ സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുത്തിരിക്കണം. സ്ത്രീൻ്റെ സ്വത്താണ് ഗോൾഡ്. അവരെ അന്നത്തെ മൂല്യം അറബ് കൾച്ചറിലും ഗോൾഡിന് ഭയങ്കര
പ്രാധാന്യമാണ്. അപ്പോൾ ഓരോരോ മതവിശ്വാസങ്ങളും കാലാകാലങ്ങളുടെ ആചാരങ്ങളും ഗോൾഡിൻ്റെ വിശ്വാസം വളരെ കൂടുതലാണ്. ട്രഡീഷണൽ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഈ ഗോൾഡിൻ്റെ ഉപയോഗം പ്രഷ്യസിന് ഉള്ളത് കൊണ്ട് ഗോൾഡിനുള്ള സാധ്യത ഇന്ത്യക്കുള്ള ഇപ്പോൾ ഏറ്റവും വലിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡിൽ സ്വർണ്ണമുള്ളത് ഇന്ത്യയിലാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ കയ്യിലാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല. അമേരിക്കൻ ഗവൺമെൻറ് കയ്യിലാണ്, പബ്ലിക്കിൻ്റെ കയ്യിലല്ല. ഈ ഒരു വ്യത്യാസമാണ്. ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർ മരിച്ചാലും ഗോൾഡ് കൊടുക്കില്ല. മരിക്കാൻ തന്നാണ്ട് സർക്കാരിന് ഗോൾഡ് കൊടുക്കില്ല, ഉപയോഗപ്പെടുത്താനാവില്ല. അല്ല, നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് ഇന്ത്യയിലെ പഴയ തലമുറയിൽ നിന്ന് വ്യത്യാസമായിട്ട് പുതിയ തലമുറയിൽ ലാഭം കുറഞ്ഞിട്ടുണ്ടാവും? ഇല്ല. കാരണം ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇന്ന് കല്യാണം കഴിഞ്ഞ കുട്ടിൻ്റെ അടുത്ത് പോയി. അവരും എടുത്തിട്ടുണ്ട്. അവർ IT അമേരിക്കയിൽ നല്ല ജോലിയുള്ള ശരിയുള്ളതാണ്, എൻജിനീയറിംഗാണ്. അവരെ ഹസ്ബൻഡും ഒന്നിച്ച് പഠിച്ച് പിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്. അവരോടും ചോദിച്ചപ്പം ഇന്നത്തെ രക്ഷിതാക്കൾ തരുന്നത് നിങ്ങൾ പോന്നോട്ടെ എന്നുള്ള. എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തിൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകള് ബാംഗ്ലൂർ IT-ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി പറയാം അധികം ഒന്നും എടുക്കണ്ട. ഞാൻ മോളെ എന്തിനാ ഇത്രയൊക്കെ സ്വർണ്ണം എടുക്കുന്നത്, വലിയ കാര്യമൊന്നും വെറുതെ അങ്കിള് വേണ്ടാത്ത പാര വെക്കല്ലേ, അങ്കിൾ ഇറങ്ങിയിട്ട് വെറുതെ പാര വെക്കണ്ടേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം കിട്ടുള്ളൂ, അത് വാങ്ങിക്കാന്ന് പറയും. പിന്നെ എന്തൊക്കെ നാളെ ആവശ്യമുണ്ട്, കുറച്ചൊക്കെ ഇടുള്ളൂ ബാക്കിയൊക്കെ ആൾക്കാർ. കാരണം അധികം ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റാണ്. മക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ പെൺകുട്ടിയൊക്കെ പ്രത്യേകിച്ച് അമ്മമാരുണ്ട്, അമ്മമാരോട് ചോദിച്ചറിയാം ആദ്യം കൊടുക്കുന്ന ഉപദേശം സ്വർണ്ണം ആർക്കും കൊടുക്കരുത്, നീ മേടിച്ചോന്ന് തന്നെ പറയാം. അവരവർ സേഫാണ്, അവർ സ്വകാര്യ സ്വത്ത് എന്ന നിലയ്ക്ക് അവർ സേഫ്, അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. കുറച്ചൊക്കെയാണ് ധരിക്കുള്ളൂ. ധരിക്കാനായി സത്യം പറഞ്ഞാൽ 10 പവനോ 15 പവനോ ഒന്നും കൂടുതൽ ഏവറേജ് ഒന്നും ധരിക്കുന്നില്ല. പക്ഷെ അതൊരു മനസ്സിൻ്റെ സംതൃപ്തിയും മനസ്സമാധാനത്തിനും വേണ്ടി അത് ഞാൻ ഓണ്ടാണെന്നുള്ളൊരു വിശ്വാസമാണ്, അതൊരു ഗിഫ്റ്റാണ്. പിന്നെ ചില ആൾക്കാർക്ക് എൻ്റെ അച്ഛൻ തന്നാണ്, അമ്മ തന്നാണല്ല, അമ്മാവൻ തന്നാണല്ല, ആ ഒരു കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ. പിന്നെ മത്സരിച്ചുള്ള പരസ്യം, സത്യം പറഞ്ഞാൽ നിറച്ച് പൊന്നിട്ടാലാണ് കല്യാണം ആവുന്നുള്ളത്. മലബാറും ആലുക്കാസും ജോസ്കും ഒക്കെ ഡെയിലി പരസ്യം ചെയ്ത് അതിനൊരു മാർക്കറ്റ് ഉണ്ടാക്കി കേരളത്തിൽ. ഇപ്പം എല്ലാ സ്ഥലത്തും തന്നെ ഏത് സമയം ഫോണിലില്ലാതൊരു ആൾക്കാരല്ല, നമ്മൾ പരസ്പരം മത്സരിക്കുകയാണ്. കാറ് പണ്ട് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഫിയറ്റ് അംബാസഡർ, എനിക്ക് വീട്ടിലെ അംബാസഡറൊക്കെ എടുക്കാൻ അന്നത്തെ ടൈറ്റൊക്കെ അറിയാം. എന്നാലും സമ്മതിക്കും, ബസ്സിൽ പോകാൻ പറയും, ഇറങ്ങാൻ വണ്ടി എടുക്കാൻ വിടില്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പൈസ ഉണ്ടായാൽ പോലും ആരും കാർ എടുക്കുക എന്ന് പറയുന്നൊരു അഹങ്കാരമാണ്. എളിമയുടെ ഭാഗമായിട്ട് പൈസ ഉണ്ടായിട്ട് പോലും എടുക്കാൻ സമ്മതിക്കാത്ത കാലഘട്ടത്തിൽ ഇന്ന് എല്ലാ വീട്ടിലും 1-2 കാറാണ്. ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും 15,000 രൂപ കടം മേടിച്ചിട്ട് ബാക്കി ഡെപ്പോസിറ്റ് ആയിട്ട് എല്ലാം. അപ്പോൾ ആ കാലഘട്ടം മാർക്കറ്റിംഗ് ആണ്. ഇന്നിപ്പോൾ ഒരുപാട് കമ്പനികൾ വന്നു പരസ്പരം മത്സരിക്കാൻ തുടങ്ങി, എല്ലാവരും കൊണ്ട് കാറ് മേടിപ്പിച്ചു. കാറില്ലെങ്കിൽ അല്ലേ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും വലിയ റോഡിൽ നിന്ന് കാറുകൾ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു മത്സര രംഗം, ഏത് രംഗത്തും മത്സരം വരികയും കൂടുതൽ ആൾക്കാർ വരികയും അഡ്വർട്ടൈസ് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുമ്പം ആ ബിസിനസ് ഉണ്ടാവും. അതിനാൽ ഗോൾഡിൽ കേരളത്തിൽ ഇത്രയധികം ക്രൈസ് ഉണ്ടാക്കാനുള്ള കാരണം കുറേ നല്ല 4-5 പേര് നിരന്ന് നിന്നിട്ട് TV തുറന്നാൽ ഫുൾ ടൈം ഇത് തന്നെയാണ് ഹോം അപ്ലയൻസ് ഒക്കെ ഉണ്ടായത് തന്നെയാണ്. ആ രംഗത്തുണ്ടായി നടത്തുള്ളൂ. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഗോൾഡ് കോയിൻ വാങ്ങാൻ പോയാൽ ഈവൻ മലബാർ ജ്വല്ലറിയിൽ പോയപ്പോൾ പോലും എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കോയിൻ ആണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക. ഒരു കോയിൻ പോലും കിട്ടാത്തൊരവസ്ഥ. കോയിൻ ഇല്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, പക്ഷെ കോയിൻ ആരും തരുന്നില്ലാത്ത ഒരവസ്ഥ. ഞാൻ പറയാം അത് എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥ. ഇത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കോയിന് ടൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റിൽ ചെല്ലും. ഓക്കെ, ഞാൻ പറയാം എന്തുകൊണ്ടാണ്. ഈ കോയിൻ സെയിൽസിൽ ഞങ്ങൾക്ക് വലിയ മാർജിൻ ഇല്ല. ആകെ ചുരുങ്ങിയ ഗ്രാമിൻ്റെ മുകളിൽ 5, 10, 20 ഉറുപ്പ്യ കിട്ടുക. ഗോൾഡിൻ്റെ വില ഡെയിലി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോകുന്നത് ഗ്രാമിൻ്റെ മുകളിൽ 50, 60 നിങ്ങൾ ഡെയിലി പേപ്പറിൽ വായിക്കുന്നുണ്ട്. പലപ്പോഴും ഇന്ന് വിറ്റ് വൈകുന്നേരം വാങ്ങി തിരിച്ച് ഞങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി മേടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് വില വീണ്ടും കൂടിപ്പോയിട്ടുണ്ടാവും. പിടിക്കാൻ കിട്ടണ്ടേ ശരിക്കും മാർക്കറ്റിൽ ഞങ്ങൾ മേടിക്കാൻ എല്ലാ മാർക്കറ്റിൽ ചോദിക്കുമ്പോൾ ഇപ്പം നാളെ നോക്കാം ഡെലിവറി ഇല്ല, സാധനം റെഡി സ്റ്റോക്കില്ല എന്ന റിപ്പോർട്ടാണ് കിട്ടുക. ആഭരണങ്ങൾ വിൽക്കുമ്പോൾ കുറച്ചും കൂടി മാർജിൻ ഉണ്ട്, 2-3% എക്സ്ട്രാ മേക്കിംഗ് ചാർജ് കൂലി എന്നൊക്കെ പറഞ്ഞ് കിട്ടും. കോയിൻ വെക്കുമ്പോൾ അത് കിട്ടില്ല. അപ്പം വിറ്റ വിലയേക്കാളും കൂടുതൽ മേടിക്കേണ്ട പല സന്ദർഭവും വന്നുകൊണ്ട് ഷോപ്പുകാർ ഉടനെ പിടിക്കുകയാണ്. കാരണം മാർക്കറ്റിൽ വില മുകളിലോട്ട് പോവുകയാണ്. കാരണം ഗോൾഡിൻ്റെ ബിസിനസ്സിൽ ഈ ഡിസ്കൗണ്ട് കിട്ടുന്നു അങ്ങനെ തന്നെയാണ്. ഡൗൺവേർഡ് ട്രെൻഡാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും, അപ്വേർഡ് ട്രെൻഡിൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പല ഞങ്ങളൊക്കെ മടിക്കും. കാരണം ഡിസ്കൗണ്ട് കൊടുത്താൽ ഒക്കിൽ തിരിച്ച് പുതിയ വെയിറ്റ് മേടിക്കണം. ഇന്ന് 2 കിലോ സെയിൽ ചെയ്ത് വൈകുന്നേരം 2 കിലോ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് വിറ്റതിനേക്കാളും പല സമയത്ത് കഴിഞ്ഞ കുറേ
ദിവസങ്ങളും മാസങ്ങളും ലോസാണ് ബിസിനസ്. അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഡേ ടു ഡേ നോക്കിയാൽ ലോങ് ടേമിലല്ല. അപ്പം ഞങ്ങൾ അന്നേരം കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടാണ് ഞങ്ങൾക്ക് ബുള്ളിയൻ ഡെസ്ക് ഉണ്ട്, റോയിറ്റർ കണക്ഷൻ വെച്ചിട്ട് വേൾഡുമായിട്ട് 24 മണിക്കൂർ മാർക്കറ്റ് വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ട്രെൻഡിലും അഡ്വാൻസ് ആയിട്ടൊക്കെ മേടിക്കുന്നുണ്ട് കുറേ. അപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾ ഒരു ടീം അതിനായിട്ട് വെച്ചിട്ട് അപ്പോൾ ട്രെൻഡിലാക്കുന്നത് അപ്പോഴാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നതിന് മുമ്പ് ജപ്പാൻ മാർക്കറ്റ് ആദ്യം ഒപ്പണം, ജപ്പാൻ മാർക്കറ്റിൽ അപ്പാണ് തുടങ്ങി ഇവിടെ തന്നെ മേടിക്കാൻ തുടങ്ങി. ട്രെൻഡ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം മൊത്തത്തിൽ വേൾഡ് വൈഡ് എല്ലാം 24 hour മാർക്കറ്റ് ഉണ്ട്. എല്ലാം വേൾഡ് വൈഡ് മാർക്കറ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൽ ഡെയിലി ഞങ്ങൾക്ക് 10, 40, 50, 60 കിലോ സെയിലാണ് എല്ലാവർക്കും. അപ്പോൾ ഡെയിലി പർച്ചേസ് ഉണ്ട്. ദുബായിലും ഇവിടെ ഒരു 2 ടീം ഇരുന്ന് ഡിവിഷൻ നിർത്തുകയാണ്. എവിടെയാണോ മാർക്കറ്റ് അന്നേരം മേടിക്കും. അപ്പോൾ അങ്ങനെ മേടിക്കാൻ പറ്റും. ഇപ്പം കുറച്ചും കൂടി അത് ഒരുപാട് ബ്രാഞ്ചും ഒരുപാടൊക്കെ വന്ന് അങ്ങനെ തന്നെ ഈ മത്സരിക്കാൻ പറ്റുന്നത്, റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. പക്ഷേ കോയിൻ കിട്ടാതിരിക്കാനുള്ള കാരണം മാർജിൻ വളരെ കുറഞ്ഞുകൊണ്ട് മാർക്കറ്റ് അപ്പായി പോകുന്നതുകൊണ്ടാണ്. ഡൗൺവേർഡ് ട്രെൻഡിൽ എത്ര കോയിൻ ചോദിച്ചാലും കിട്ടും. പ്രിഫേർഡ് ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് കോസ്റ്റ് കൂടുതൽ കൊടുക്കും സാർ. ഞങ്ങൾ കോസ്റ്റ് മാതിരിയല്ല, അവിടെ 2%, 2% അധികം കൊടുക്കണം പോസ്റ്റ് ഓഫീസ്. I think it is time to wind up. Thank you, Ahmed Ka, please. Okay, thanks. Thank you.